നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ദക്ഷിണേന്ത്യയെ കേന്ദ്രീകരിച്ച് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിൽ വൻ രാഷ്ട്രീയ നീക്കങ്ങൾ. കേരളത്തിൽ നിന്ന് ആദ്യമായി 3 എം.എൽ.എമാരെ നിയമസഭയിലെത്തിച്ച് ചരിത്ര മുന്നേറ്റം നടത്തിയ സംസ്ഥാന ഘടകത്തിന് അർഹമായ പരിഗണന കേന്ദ്രമന്ത്രിസഭയിൽ നൽകാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആലോചന. കേരളത്തിൽ നിന്ന് സുരേന്ദ്രനും സദാനന്ദൻ മാസ്റ്റർക്കും പുറമെ തലസ്ഥാന കോർപ്പറേഷനിലെ ഭരണനേട്ടത്തിലൂടെ ശ്രദ്ധേയനായ മേയർ വി രാജേഷിന്റെ ജനകീയതയും കേന്ദ്രം സജീവമായി പരിഗണിക്കുന്നുണ്ട്. ഇതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വൻ തിരിച്ചടിയുണ്ടായെങ്കിലും കെ അണ്ണാമലയെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാനുള്ള തിരക്കിട്ട നീക്കങ്ങളും ഡൽഹിയിൽ സജീവമാണ്. പരമ്പരാഗത മുന്നണി ബന്ധങ്ങൾ തകർത്താണ് തമിഴ്നാട്ടിലെ തിരിച്ചടിക്ക് കാരണമെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. എങ്കിലും താഴെത്തട്ടിൽ പാർട്ടിയെ സജീവമാക്കിയ അണ്ണാമലയെ പാടെ തഴയുന്നത് അണികളുടെ മനോവീര്യം തകർക്കുമെന്ന് കേന്ദ്രം വിലയിരുത്തുന്നു. അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഉയർത്തി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കരുത്തുറ്റ സാന്നിധ്യമായി നിലനിർത്താനാണ് ഡൽഹിയിലെ അടിയന്തര ചർച്ചകളിൽ ഉയർന്നുവന്ന ഫോർമുല. കേരളത്തിൽ ബി.ജെ.പിക്ക് 3 എം.എൽ.എമാരെ കിട്ടി. എന്നാൽ തമിഴ്നാട്ടിൽ ആരും ജയിച്ചില്ല. ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിലേക്ക് 3 ജനപ്രതിനിധികളെ സംഭാവന ചെയ്ത സംസ്ഥാന ഘടകത്തെ കൈവിടില്ലെന്ന ശക്തമായ സൂചനയാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം നൽകുന്നത്. 3 എം.എൽ.എമാരെ നൽകിയ കേരളത്തിന് 3 കേന്ദ്രമന്ത്രി പദവികൾ നൽകി അടുത്ത പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തെ വികസിത അജണ്ടയുടെ ഭാഗമാക്കാനാണ് ബി.ജെ.പി. തിടുക്കം കൂട്ടുന്നത്. ലോക്സഭയിലും നിയമസഭയിലും പാർട്ടിയെ നയിച്ച കെ സുരേന്ദ്രനും വടക്കൻ കേരളത്തിലെ പാർട്ടിയുടെ കരുത്തനായ മുഖവും RSS പാരമ്പര്യവുമുള്ള സദാനന്ദൻ മാസ്റ്റർക്കുമാണ് മന്ത്രിസഭയിലേക്ക് ആദ്യഘട്ടത്തിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. തിരുവനന്തപുരം മേയറായി ചുരുങ്ങിയ കാലം കൊണ്ട് തലസ്ഥാന നഗരിയിൽ മികച്ച ഭരണം കാഴ്ചവെച്ച വി രാജേഷിന്റെ പേരും കേന്ദ്രമന്ത്രിസഭാ പട്ടികയിലേക്ക് ഗൌരവമായി പരിഗണിക്കപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള നേമത്തും കഴക്കൂട്ടത്തും ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ നേടിയ ഉജ്ജ്വല വിജയം മേയർ എന്ന നിലയിലുള്ള വി രാജേഷിന്റെ ജനകീയതയ്ക്കുള്ള അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. സ്മാർട്ട് സിറ്റി പ്രോജക്ടുകളിലും നഗരവികസനത്തിലും രാജേഷ് കൊണ്ടുവന്ന വേഗത കേന്ദ്ര നേതൃത്വത്തിന്റെ ഗുഡ് ബുക്കിൽ ഇടം നേടാൻ സഹായിച്ചു. എന്നാൽ രാജേഷിന്റെ ഈ അപ്രതീക്ഷിത കുതിപ്പിനെ വെട്ടാൻ കേരളത്തിലെ ചില നേതാക്കൾ തന്നെ ഡൽഹിയിൽ കടുത്ത ലോബിയിങ് നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം മേയർ കേന്ദ്രത്തിലേക്ക് പോയാൽ അത് തലസ്ഥാനത്തെയും സംസ്ഥാനത്തെയും വലിയൊരു വിഭാഗം അണികൾക്കിടയിൽ അദ്ദേഹത്തിന് അപ്രമാദിത്വം നൽകുമെന്നാണ് ഇവരുടെ ഭയം. രാജേഷിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ടോർച്ചടിച്ച് പിഴവുകൾ കണ്ടുപിടിക്കാനും കേന്ദ്ര നേതാക്കളുടെ കാതുകളിൽ അവിശ്വാസത്തിന്റെ വിത്തുപാകാനും ചില കേരള നേതാക്കൾ നീക്കം തുടങ്ങിയിട്ടുണ്ട്. കേരള ബി.ജെ.പിയിൽ എക്കാലത്തുമുള്ള ഗ്രൂപ്പ് പോരുകൾ പുതിയ മന്ത്രിസഭാ പുനർസംഘടനയെയും ബാധിക്കാതിരിക്കാൻ കടുത്ത ജാഗ്രതയിലാണ് കേന്ദ്ര നേതൃത്വം. സുരേന്ദ്രന് മന്ത്രിപദം നൽകണമെന്നാണ് മോദി ഷാ കൂട്ടുകെട്ടിന്റെ താൽപര്യം. അതേസമയം സദാനന്ദൻ മാസ്റ്ററെ പരിഗണിക്കുന്നതിലൂടെ വടക്കൻ കേരളത്തിലെ പാർട്ടി അണികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകാനും സാധിക്കും. വരും ദിവസങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെ അന്തിമ പട്ടിക പുറത്തുവരുമ്പോൾ കേരളത്തിലെ ഗ്രൂപ്പ് കളി ജയിക്കുമോ അതോ വി രാജേഷിനെയും കെ സുരേന്ദ്രനെയും മുന്നിൽ നിർത്തി മോദി പുതിയൊരു പരീക്ഷണം നടത്തുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി പദമൊഴിഞ്ഞാൽ 2 മലയാളികളെ പുതുതായി മന്ത്രിസഭയിലെടുക്കാൻ സാധ്യത ഏറെയാണ്.